الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي من الصالحين فبشرناه بغلام حليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിൻ്റെയും ബലിപെരുന്നാളിൻ്റെയും പശ്ചാത്തലത്തിൽ മില്ലത്തു ഇബ്രാഹീമിൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നാം നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ആരാധനകളിൽ ഒന്നാണ് മൃഗബലി അഥവാ ഉളഹിയ്യത്ത്. വരാൻ പോകുന്ന ബലിപെരുന്നാളിന്, അതല്ലെങ്കിൽ ഏത് ബലിപെരുന്നാളിലും ബലിപെരുന്നാൾ എന്ന പേര് വരുന്നത് തന്നെ ഈ ഉളഹിയ്യത്ത് കർമ്മം ആ പെരുന്നാൾ ദിനങ്ങളിൽ, അയ്യാമത്തെ തശ്രീഖിന്റെ ദിനങ്ങൾ അടക്കമുള്ള ദിനങ്ങളാണ് പെരുന്നാൾ ദിനങ്ങൾ. ആ പെരുന്നാൾ ദിനങ്ങളിൽ ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ്, ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് ബലിപെരുന്നാൾ എന്ന പേര് ഈ പെരുന്നാളിന്, വരാൻ പോകുന്ന പെരുന്നാളിന് ലഭിച്ചത് തന്നെ. ഉളഹിയ്യത്തിന്റെ ഷെയർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു ഖുതുബ എല്ലാ വർഷങ്ങളിലും നാം നിർവഹിക്കാറുണ്ട്. എന്ന് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഉളഹിയ്യത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്നതോടൊപ്പം പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില നവീനമായിട്ടുള്ള വാദഗതികൾ, ഈ ഉളഹിയ്യത്തൊന്നും ആവശ്യമില്ല എന്ന രീതിയിലുള്ള ചില വാദഗതികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടിയും നൽകുന്ന ഒരു ഖുതുബയാണ് ഇന്നത്തെ ഖുതുബ. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ പല കാര്യങ്ങളും പലരും ശ്രദ്ധിക്കും, ചില കാര്യങ്ങൾ ചിലർ ശ്രദ്ധിക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേ സമയം ലഭിക്കില്ല എന്നുള്ളതാണ്. ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം, അതൊന്നും ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒന്നോ രണ്ടോ വീഡിയോ ക്ലിപ്പുകൾ മാത്രം കേട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ കേട്ടവരുണ്ട്, അവരതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും അവ്യക്തതകളും അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലെ സംവാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ജുമുഅ ഖുതുബ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കുവാനും ശരിയായ കാര്യങ്ങളെ ശരിയാവണ്ണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും
നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അത് പലയിടങ്ങളിലുമായി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ ലൈംഗിക ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് സന്താന സൗഭാഗ്യമാണ്. മക്കളുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ വേറെ ഭാഗ്യങ്ങളൊന്നുമില്ല എന്ന് ചോദിച്ചാൽ വേറെയും ഭാഗ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് ഈ സന്താനങ്ങൾ, അത് സജ്ജനങ്ങളായ സന്താനങ്ങളുമാണ്. അല്ലാത്ത സന്താനങ്ങൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. സജ്ജനങ്ങളായ സന്താനങ്ങൾ ഒരാൾക്കുണ്ടാവുക എന്നത് അയാൾക്ക് അല്ലാഹു നൽകിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ ഹബ്ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിനാ വദുരിയാത്തിനാ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഖുർറത അയ്യുനിൻ, കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മുടെ പ്രാർത്ഥനയാണ്, വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ ഞങ്ങളെ നിന്നെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് നായകന്മാരാക്കി മാറ്റണമേ. സന്താനങ്ങളിലൂടെ കൺകുളിർമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് അദ്ദേഹത്തിന്റെ യൗവനഘട്ടത്തിലൊന്നും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. വാർദ്ധക്യഘട്ടത്തിലും ധാരാളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രാർത്ഥനയെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എനിക്ക് സജ്ജനങ്ങളായ സന്താനങ്ങളെ നൽകണമേ റബ്ബേ, സജ്ജനങ്ങളിൽ നിന്ന് നീ എനിക്ക് നൽകണമേ സന്താനമായി. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അങ്ങനെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് നല്ല സഹനമുള്ള സന്താനത്തെ നൽകി. അതല്ലെങ്കിൽ നല്ല സഹനമുള്ള സന്താനത്തെ സംബന്ധിച്ച് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻളുർ മാദാ തുറാ. ഈ സന്താനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ അല്ലാഹു ഇബ്രാഹിം നബിക്ക് നൽകിയ ദിവ്യബോധനത്തിന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സന്താനത്തെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, നിന്നെ അറുക്കണമെന്ന്, നിശ്ചയം നിന്നെ ഞാൻ അറുക്കണമെന്ന് അല്ലാഹു സ്വപ്നത്തിൽ എനിക്ക് ദർശനം നൽകിയിരിക്കുന്നു, ദിവ്യബോധനം നൽകിയിരിക്കുന്നു. ഫൻളുർ മാദാ തുറ, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് നീ പറയണം. അവിടെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് പറയുന്നത്, ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, പ്രിയ പിതാവേ, അല്ലാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് എന്നിൽ നടപ്പിലാക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ പതറിപ്പോകില്ല, ഞാൻ ക്ഷമാലുക്കളിൽ ഉൾപ്പെടും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ സഹനം അവലംബിക്കും. അല്ലാഹു എന്താണോ എന്നിൽ നടപ്പാക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കുക. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമിയെ നെറ്റിന്മേൽ ചരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, ഇതൊരിക്കലും ഒരു സന്താനത്തെ, ഒരു മനുഷ്യക്കുഞ്ഞിനെ അറുക്കാനുള്ള കൽപ്പനയായിരുന്നില്ല. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ക്ഷമ എത്രത്തോളമുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ത്യാഗബോധം എത്രത്തോളമുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അല്ലാഹുവോടുള്ള സ്നേഹം എത്രത്തോളമുണ്ട് എന്ന് പരീക്ഷിക്കുക മാത്രമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് സന്നദ്ധമായപ്പോൾ ഇടപെട്ടുകൊണ്ട് പറയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നാം വിളിച്ചു, ഓ ഇബ്രാഹിം, അരുത്, ചെയ്തേക്കരുത്, അത് സ്വദ്ദഖത റുയാ, നിശ്ചയം നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. എന്താണോ നിനക്ക് നൽകപ്പെട്ടിട്ടുള്ള ദർശനം, ആ ദർശനത്തിന്റെ താല്പര്യം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. നീ അല്ലാഹുവിനെ സമർപ്പിതനാണ്, നീ ദൈവസ്നേഹികളിൽ ഒന്നാമനാണ്, നീ അല്ലാഹുവിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ നീ എല്ലാം അർപ്പിക്കാൻ സന്നദ്ധനാണ് എന്ന് നീ തെളിയിച്ചിരിക്കുന്നു. അതായിരുന്നു സ്വപ്നത്തിന്റെ താല്പര്യം. ഖദ് സ്വദ്ദഖത റുയാ,
നീ സ്വപ്നത്തെ നിശ്ചയമായും സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയം ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു, വ്യക്തമായ പരീക്ഷണമായിരുന്നു. പരീക്ഷണത്തിനപ്പുറത്ത് ഒന്നുമായിരുന്നില്ല. വഫദൈനാഹു ബിദ്ബിഹിൻ അലീം, അങ്ങനെ നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് പകരം നൽകി എന്നാണ് അള്ളാഹു പറയുന്നത്. ബിദ്ബിഹിൻ അലീം, മഹത്തായ ഒരു ഉരുവിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് നാം പകരം നൽകി. ഒരു ഉരുവിനെ പകരം നൽകിയത് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയൂ, വേറൊരു അർത്ഥം അതിന് പറയാൻ കഴിയില്ല. വഫദൈനാഹു, നാം അദ്ദേഹത്തിന് പകരം നൽകി. ബിദ്ബിഹിൻ അലീം, മഹത്തായ ഒരു ഉരുവിനെ. ഇനി മുഫസ്സിറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ തഫ്സീറുകളിലും, ഇബ്നു കസീർ അടക്കമുള്ള എല്ലാ തഫ്സീറുകളിലും ഒരാടിനെ അല്ലാഹു തആല അറുക്കാൻ പകരമായി നൽകി, ഒരു കബിഷിനെ അല്ലാഹു പകരമായി നൽകി എന്ന് കാണാവുന്നതാണ്. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കീർത്തിയെ, സൽപേരിനെ പിൽക്കാലക്കാരിൽ നാം അവശേഷിക്കുകയും ചെയ്തു. എല്ലാവരും ഇബ്രാഹിമിലേക്ക് ചേർത്തുകൊണ്ടാണ് അവരുടെ പാരമ്പര്യത്തെ പറയുന്നത്. അത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളടക്കം അവർ ഇബ്രാഹിം നബി ചെയ്തതുപോലെയൊന്നല്ല ചെയ്യുന്നത്. അവരുടെ വിശ്വാസവും ചെയ്തികളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. എന്നാലും ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണെന്ന് പറയും. ജൂതന്മാരും പറയും, ക്രിസ്ത്യാനികളും പറയും, എല്ലാവരും പറയുന്നത് ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണെന്നാണ്. കാരണം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ കീർത്തിയെ, സൽപേരിനെ നാം അവശേഷിപ്പിച്ചു എന്ന് അല്ലാഹു പറയാണ്. സഹോദരങ്ങളെ, അതാണ് ബലിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ യാതൊരു അവ്യക്തതയുമില്ല. പക്ഷെ ഒരിടത്തല്ല, ഒരുപാട് ഇടങ്ങളിൽ ബലിയെ സംബന്ധിച്ച് പറയാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഖുർആനിലെ ഏറ്റവും ഹ്രസ്വമായ അധ്യായത്തിലും ബലിയെ സംബന്ധിച്ച് തന്നെയാ പറയുന്നത്. ഫസ്വല്ലി ലിറബ്ബിക, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക. വൻഹർ, നീ ബലിയെറുക്കുകയും ചെയ്യുക. ഇനി ഹദീസുകൾ എടുത്തു നോക്കിയാലോ ധാരാളം പരാമർശങ്ങൾ ഹദീസുകളിൽ ബലിയെ സംബന്ധിച്ച്, സ്വഹീഹായ ഹദീസുകളിൽ, പ്രവാചക വചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ആർക്കെങ്കിലും സാമ്പത്തിക വിശാലതയുണ്ടായിട്ട് അയാൾ ബലികർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാര സ്ഥലത്തെ അയാൾ സമീപിക്കുക പോലും അരുത്, ഈദ്ഗാഹിലേക്ക് അയാൾ വരിക പോലും അരുത്. വിശാലതയുണ്ടായിട്ട്, സാമ്പത്തിക വിശാലതയുണ്ടായിട്ട് ബലികർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാര സ്ഥലത്തെ സമീപിക്കുക പോലും അരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, ഇത്രമാത്രം പ്രാധാന്യമുള്ള സംഗതിയാണ് ബലി എന്ന് പറയുന്നത്. സ്ഥിരവാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നിർബന്ധമായ കാര്യമാണെന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബ് എന്താ, ബലികർമ്മം നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഷാഫികളും ഭൂരിപക്ഷം പണ്ഡിതന്മാരും നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ സുന്ന മുഅക്കദ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രബലമായ സുന്നത്താണ്. ഷാഫികളിൽ ചിലർ ഫർള് കിഫായിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിലെ മുഴുവൻ ആളുകളും ഒരാളും അത് ചെയ്യുന്നില്ല എങ്കിൽ ആ മഹല്ല് നിവാസികൾ മുഴുവൻ കുറ്റക്കാരാവുന്ന അവസ്ഥ. ഒരു പ്രദേശത്തെ ഒരാളും ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തുകാർ മുഴുവനും കുറ്റക്കാരാവും. അതാണ് ഫർള് കിഫായ. ഫർള് കിഫായിയാണെന്ന അഭിപ്രായം, നിർബന്ധമാണെന്നുള്ള അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം, സുന്ന മുഅക്കദയാണെന്നുള്ള ഷാഫികളുടെയും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏതായാലും എല്ലാവരും ഇത് പുണ്യകർമ്മമാണ്, അപ്പോൾ ഒഴിവാക്കിയാലോ സുന്ന മുഅക്കദയാണെന്ന് തന്നെ വെക്കുക. സുന്ന മുഅക്കദ ഒഴിവാക്കിയാൽ കറാഹത്താണ്, അനഭിലഷണീയമായ കാര്യമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, വെറുപ്പുള്ള കാര്യമാണ്. അത് ഒഴിവാക്കുക എന്ന് പറയുന്നത്. അതാണ് ബലികർമ്മത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സഅൽതു ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, അനിൽ ലഹായ, ബലികർമ്മത്തെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സഹാബി ചോദിക്കുകയാണ്. അപ്പോൾ താബികളിൽപ്പെട്ട ഒരാളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബലികർമ്മത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. സഅൽതു ഇബ്നു ഉമർ അനിൽ ലഹായ, ബലികർമ്മത്തെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്താ ചോദിക്കുന്നത്? അവാജിബത്തുൻ ഹിയ, അത് നിർബന്ധാണോ, എല്ലാവരും ചെയ്യണോ എന്നായിരുന്നു ചോദ്യം. എന്തായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന മിൻ ബഅദിഹി വജറത് ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുസ്ലിങ്ങളും അത് നിർവഹിച്ചിട്ടുണ്ട്. നബിയും നിർവഹിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുസ്ലിങ്ങളും അത് നിർവഹിച്ചിട്ടുണ്ട്. വജറത് ബിഹി, അപ്രകാരം പുണ്യകരമായ ചര്യ അങ്ങനെ നടന്നു പോരുക. അപ്രകാരം പുണ്യകരമായ ചര്യ അങ്ങനെ നടന്നു പോരുക. അതിന്റെ വിധി എന്താണെന്നൊന്നും ചോദിച്ച് തർക്കിച്ചിട്ടില്ല. പക്ഷേ അത് നേരത്തെ ഉള്ള കാര്യമാണ്. പ്രവാചകൻ ചെയ്തിട്ടുണ്ട്, പ്രവാചകന്റെ ശേഷം മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. അഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന 10 സിനീന യുളഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 കൊല്ലം ബലികർമ്മം നിർവഹിച്ചുകൊണ്ടാണ് താമസിച്ചത്, ജീവിച്ചത്. മദീനയിൽ 10 കൊല്ലം തുടർച്ചയായി റസൂലുള്ളാഹി ജീവിച്ചത് ബലികർമ്മം നിർവഹിച്ചുകൊണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, മാടിലും ഒട്ടകത്തിലും 7 പേർക്ക് വരെ ഷെയർ കൂടാം, എന്നാൽ ആടിൽ ഷെയർ ഇല്ല. ആടിൽ ഷെയർ കൂടാൻ പാടില്ല. അതേസമയം ഒരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും ഒരാട് മതിയാവുന്നതാണ്. കാന റജുലു ഫി അഹദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മനുഷ്യൻ യുളഹി ബിശ്ശാത്തി, ഒരാടിനെ ബലിയറുക്കുമായിരുന്നു. അൻഹു വഅൻ അഹ്ലി ബൈത്തി, അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി. ഒരാൾക്കും അയാളുടെ കുടുംബത്തിനും ഒരാട് മതി. പക്ഷേ മാടിലും ഒട്ടകത്തിലും 7 പേർക്ക് വരെ ഷെയർ കൂടാം. ഇതാണ് സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിധി എന്ന് പറയുന്നു. അടിസ്ഥാന വിധി മാത്രമല്ല, ഉളഹിയയുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങൾ ധാരാളമായിട്ട് ഖുർആനിലുമുണ്ട്, ഹദീസിലുമുണ്ട്. സ്വഹീഹായ ഹദീസുകളിലും ധാരാളം വന്നിരിക്കുകയാണ്. എന്നിട്ടും ആധുനികമായി ധാരാളം വിമർശനങ്ങൾ ഉലഹിയക്കെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. കാരണം ഹദീസ് നിഷേധികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു കാലത്തെ സംബന്ധിച്ച് ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ വരും, എന്നിട്ട് അവര് വന്ന് പറയും നമുക്ക് ഖുർആൻ മതി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കാലം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തു. പക്ഷേ ഖുർആനിലും ധാരാളം പരാമർശങ്ങൾ ഉലഹിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. ഹദീസിനെ തള്ളുന്ന ആളുകളാണ് ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ അവരറിയാതെ ഖുർആനെയും തള്ളേണ്ടി വരികയാണ്. അപ്പോഴാണ് അവർ ദുർവ്യാഖ്യാനിക്കുന്നത് ഖുർആനിലെ വചനങ്ങൾ. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ വന്നുകൊണ്ട് ഖുർആൻ വചനങ്ങൾ ബലിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി, ഭാഷാപരമായി തന്നെ വളരെ വ്യക്തമാണ്, അവ്യക്തതയ്ക്കിടയില്ലാത്ത വിധം ഓട്ടയടച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളെ ധാരാളമായിട്ട് ദുർവ്യാഖ്യാനിക്കുന്നത് ആ പ്രസംഗങ്ങളും വീഡിയോകൾക്കുമൊക്കെ ശ്രദ്ധിച്ച ആളുകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവര് തെറ്റായ ധാരണകളിൽ അകപ്പെട്ടു പോവാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടി ഒരു ഖുത്ബ തന്നെ വിനിയോഗിക്കുന്നത്. അള്ളാഹു ശരിയാവണ്ണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഉലഹിയ ഇസ്ലാമിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആരാധനയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ഉലഹിയക്ക് ചെലവഴിക്കുന്ന പണം, ആ പണം വിധവകൾക്ക് വേണ്ടി, ആ പണം അനാഥർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി ചെലവഴിക്കാം. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. ഇതാണ് വാദം. ഉലഹിയ ചെയ്യണ്ട, അതിന് വിനിയോഗിക്കുന്ന പണം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം വിനിയോഗിക്കുക എന്നതല്ലേ? എത്രയോ പണം, ലക്ഷക്കണക്കിന് പണം, അവർ പറയും കോടിക്കണക്കിന് പണം എന്നൊക്കെ. എത്രയായാലും ശരി, ചാരിറ്റി പ്രവർത്തനമൊക്കെ വേണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് സമൂഹത്തിൽ ധാരാളമായി. പക്ഷേ അത് ഇസ്ലാമിലെ ഒരു നുസുക്കിന്റെ ബദലാവുന്നില്ല, ഇസ്ലാമിലെ ഒരു ഹദിയിന്റെ ബദലാവുന്നില്ല, ഇസ്ലാമിലെ ഒരു ഇബാദത്തിന്റെ ബദലാവുന്നില്ല. ഇത് അള്ളാന്റെ ചിഹ്നമാണ് ഉലഹിയ എന്ന് പറയുന്നത്. ഉലഹിയ നിർവഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കേവലം ഒരു ജീവകാരുണ്യ പ്രവർത്തനമോ കേവലം ഒരു ചാരിറ്റി പ്രവർത്തനമോ അല്ല. അതേസമയം അത് ചാരിറ്റി കൂടിയാണ്. അതിലേക്ക് നമ്മൾ വരും. എന്താ ഖുർആൻ പറഞ്ഞത്? വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്. ഒട്ടകങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അള്ളാഹുവിന്റെ ശിആറുകളിൽ ഒട്ടകത്തെ ബലിമൃഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട്. ആ ബലിമൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട്. ഫദ്കുറസ്മല്ലാഹി അലൈഹാ സവ്വാഫ്, നിങ്ങൾ അവയിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം. അവയെ നിർത്തിയിട്ടുകൊണ്ട് അണിയണിയായി നിർത്തിയിട്ടുകൊണ്ട് അറുക്കണമെന്നാ പറഞ്ഞത്. ഒട്ടകത്തെ നിർത്തിയിട്ടറുക്കുക എന്ന രീതിയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവ്വാഫ, നിർത്തിയിട്ടുകൊണ്ട് ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കണം. ഫൈദാ വജബത് ജുനൂബുഹാ, അങ്ങനെ ഒട്ടകങ്ങൾ അതിന്റെ പാർശ്വങ്ങളിൽ വീണാൽ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് നൽകണം, ദാനമായിട്ട് മാംസം നൽകണം. വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കണം, ദാനമായി നൽകണം. അൽ ഖാനിയ വൽ മുഅ്തർ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്കും, വൽ മുഅ്തർ, യാചിക്കുന്ന പട്ടിണി പാവങ്ങൾക്കും. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മാന്യമായി ജീവിക്കുന്ന ആളുകളുണ്ടാവും, അവര് ദരിദ്രരാണ്, അവർക്കും കൊടുക്കണം. അതുപോലെ തന്നെ യാചിക്കുന്ന ആളുകൾക്കും നൽകണം. അതോടൊപ്പം നിങ്ങൾ തിന്നുകയും വേണം. ഒരേ സമയം അത് ഇബാദത്താണ്, ഹദിയാണ്, നുസുക്കാണ്, ആരാധനയാണ്, അതോടൊപ്പം തന്നെ ചാരിറ്റിയുമാണ്. അതുകൊണ്ടാണ് ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ. എങ്ങനെയാണ് കേവലം ചാരിറ്റിയായ ഒരു കാര്യം ചെയ്തിട്ട് അതൊരു നുസുക്കിന് ബദലാവുന്നത്, അതൊരു ഇബാദത്തിന് ബദലാവുന്നത്, അതൊരു ഹദിയിന് ബദലാവുന്നത്? ഹദിയെ, നുസുക്ക്, ഇബാദ, ഇതൊക്കെയാണ് ബലിയെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ കാണണം, ആ രൂപത്തിൽ അതേ അമൽ തന്നെ ചെയ്യുമ്പോഴാണ് ആ അമലിന്റെ പുണ്യം ലഭിക്കുന്നത്. അതേസമയം ചാരിറ്റിയാണ്, ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം ലഭിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആ ദാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം കൂടിയാണ്. എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമാണ്. ചില പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ഇറക്കുന്നുണ്ടാവും. അവരെ ചെയ്യേണ്ടത് അവരുടെ പ്രദേശത്ത് മാംസം ആവശ്യമില്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തുള്ള പാവപ്പെട്ടവർക്ക് അത് വിതരണം ചെയ്യുക, അതല്ലാതെ ഉലഹിയത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല. അത് മാംസം ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുക. അവിടെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും എന്നൊന്നുമില്ല. കാരണം ഖുർആൻ പറഞ്ഞത് ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, ജനങ്ങളുടെ ആവശ്യത്തിന്, ജനങ്ങളുടെ പട്ടിണിക്ക്, അവരുടെ പ്രാരാബ്ധത്തിന്, അവരുടെ പ്രയാസത്തിന് അവിടെ മതമില്ല. എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും, പാവപ്പെട്ട എല്ലാവർക്കും കൊടുക്കാം. അതുപോലെ അയൽക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെയാണത് വിതരണം ചെയ്യേണ്ടത്. എങ്ങനെ വിതരണം ചെയ്യണം എന്നതടക്കം വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവിടെയും അതിന്റെ ചാരിറ്റിയുടെ വശം നമുക്ക് കാണാൻ കഴിയും. വയുത്ഇമു അഹ്ല ബൈതിഹി സുലുസ, വീട്ടുകാർക്ക് 1/3 വരെ ഉപയോഗിക്കാവുന്നതാണ്. 1/3 വരെ അത് അറക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വയുത്ഇമു ജീറാനഹു സുലുസ, അയൽക്കാർക്ക് 1/3 വരെ അവർക്ക് കൊടുക്കണം, അയൽക്കാർക്ക് കൊടുക്കണം. വയതസദ്ദഖു വലസ്സുആലി ബിസ്സുലുസി, യാചിക്കുന്ന ആളുകൾ ഉണ്ടാവും, ചോദിച്ചു വരുന്ന ആളുകൾ, അവർക്കും കൊടുക്കണം. യാചിക്കുന്ന ആളുകൾ എന്നാണ് ദരിദ്രർക്ക് മൊത്തത്തിൽ പറഞ്ഞതാ. ദരിദ്രരായ ആളുകൾക്ക് 1/3 കൊടുക്കണം. അതുപോലെ 1/3 വരെ ഒരാൾക്ക് ഉപയോഗിക്കാം, 1/3 വരെ ഹദിയയായി കൊടുക്കണം. കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1/3 വരെ ഒരാൾക്ക് ഉപയോഗിക്കാം, 1/3 വരെ ഹദിയ ചെയ്യാം, 1/3 വരെ സദഖയും. അങ്ങനെയാണ് അതിന്റെ രീതി. അങ്ങനെയാണ് ഉലഹിയത്ത് വിതരണം ചെയ്യുന്ന രീതിയായി ഹദീസിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉലഹിയത്തിന്റെ മാംസം മാത്രമാണോ ദരിദ്രർക്ക് ലഭിക്കുക? അതിന്റെ തൊലിയും അതിന്റെ ആ ബലിമാംസത്തിന്റെ തോലും അവർക്കുള്ളതാണ്. ബലിമാംസത്തിന്റെ തൊലി, അതിന്റെ തോൽ, അതും പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അത് ബലിയെറുക്കുന്ന ആള് ഉപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. ആരെങ്കിലും ഉലഹിയത്തിന്റെ തോല് വിറ്റ് അതിന്റെ പൈസ വിറ്റിട്ട് ആ പണം പാവപ്പെട്ടവർക്ക് കൊടുക്കാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അത് വിറ്റിട്ട് അതിന്റെ പണം സ്വന്തം പോക്കറ്റിൽ തന്നെ വെക്കുക, അങ്ങനെ പറ്റൂല. ആരെങ്കിലും ഉലഹിയത്തിന്റെ തോല് വിറ്റ് അതിന്റെ പണം സ്വന്തം പോക്കറ്റിലിട്ടാൽ ഫലാ ഉലഹിയത ലഹു എന്ന, അയാൾക്ക് ഉലഹിയത്തില്ല. അതിന്റെ തൊലിയടക്കം, അതിന്റെ എന്തൊക്കെ അവശിഷ്ടങ്ങൾ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പാവപ്പെട്ടവരിലേക്കുള്ളതാണ്. അതിന്റെ മാംസത്തിന്റെ 1/3 അത് പാവപ്പെട്ടവന് ദാനമാണ്. 1/3 ഹദിയ ചെയ്യാം.
സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടത് പാവപ്പെട്ടവനുള്ളതാണ്, അതൊരു ചാരിറ്റിയെയും മുടക്കുന്നില്ല. ഇനി നോക്കൂ നിങ്ങൾ, എത്രയോ ആളുകൾ ബലിപെരുന്നാൾ കാലത്തേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കാലികളെ വളർത്തുന്ന ആളുകളുണ്ട്. വലിയ പൈസക്കാരൊന്നുമല്ല. കാലികളെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്ത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ബലിപെരുന്നാൾ കാലത്തേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കാലികളെ വളർത്തുകയാണ്. ആ കാലിക്കച്ചവടക്കാരായ ആളുകൾ, അവർക്കും അതിന്റെ ഗുണം ലഭിക്കുകയാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തിക രംഗത്ത് ഉലഹിയത്വം വളർച്ചയുണ്ടാക്കുകയാണ്. ഉലഹിയത്ത് പ്രക്രിയ ഒന്നിനെയും തടയുന്നില്ല. അത് സമൂഹത്തിൽ സാമ്പത്തിക വളർച്ചയും ദരിദ്രർക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലുമുള്ള ആശ്വാസവും നൽകുന്നതാണ്. കുറച്ച് ദിവസത്തേക്കെങ്കിലുമുള്ള ആശ്വാസം നൽകുന്നതാണ് ഉലഹിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നുസുക്കിനോടൊപ്പമുള്ള ഒരു ചാരിറ്റി, ആ ചാരിറ്റിയെ ഇല്ലാതാക്കിക്കൊണ്ട് കേവലം ഒരു ചാരിറ്റിയെ കൊണ്ടുവരുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. ഇനി ഇസ്ലാമിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം അത് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ചാരിറ്റിക്ക് വേണ്ടിയും ചെലവഴിക്കുക എന്ന മനോഭാവം വളർന്നു കഴിഞ്ഞാൽ അത് ഉലഹിയത്തിൽ മാത്രം ബാധകമാവുന്ന കാര്യമാണോ? അതൊരു തത്വത്തെയും അടിസ്ഥാനത്തെയുമാണ് ചോദ്യം ചെയ്യുന്നത്. അത് ഒരുപാട് കാര്യങ്ങളിലേക്ക് വരും. ക്രമേണ ആളുകൾ പറയാൻ തുടങ്ങും, എന്തിനാണ് ഇത്രയൊക്കെ പണം ചെലവഴിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നത്? ഹജ്ജിന് പോവാൻ ഇങ്ങനെ ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചുകൊണ്ട് ആളുകൾ തീർത്ഥാടനം ചെയ്യണോ? മക്കയിലേക്ക് പോകണോ? അതൊക്കെ വേറെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗപ്പെടുത്തിയാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കാനിടയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതായ നിർവഹണ രീതികളുണ്ട്. ആ നിർവഹണ രീതികളിൽ ആ കർമ്മം തന്നെ നിർവഹിക്കുമ്പോഴാണ് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം വിശ്വാസി നേടുന്നത്. അപ്പോഴേ ആ കർമ്മത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോഴേ ആ കർമ്മം അന്ത്യദിനം വരെ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. അന്ത്യദിനം വരെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇബാദത്തുകളൊക്കെ അന്ത്യദിനം വരെ നിലനിൽക്കാൻ വേണ്ടിയാണ് അല്ലാഹും റസൂലും അത് നിർവഹിക്കണമെന്ന് ശാസിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. ഈ ബലിയറുക്കേണ്ടതില്ല, മൃഗത്തെ ബലിയറുക്കേണ്ടതില്ല. അതായത് ഒരു വിശ്വാസിക്ക് സമർപ്പണ ബോധമുണ്ടെങ്കിൽ, ആ ബലിയുടെ ചൈതന്യം മറക്കാതെ തന്നെ അയാൾ നേടുന്നുണ്ടെങ്കിൽ എന്നൊക്കെയാ പറയാം. സമർപ്പണം ഉണ്ടെങ്കിൽ ബലിയറുക്കണ്ട. ആര് പറഞ്ഞതാ? ബലിയറുത്തുകൊണ്ട് അതിലൂടെ സമർപ്പണ ബോധ്യം ശക്തിപ്പെടുത്തുക, ഇതാണ് ഇസ്ലാമിന്റെ നിലപാടെന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ലക്ഷ്യം ഇന്നതാണെന്ന് പറയുകയും ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ബലി വേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴും അത് കേവലം ബലിയിൽ മാത്രം ഒതുങ്ങില്ല, ഇസ്ലാമിന്റെ മറ്റു ഇബാദത്തുകളിലേക്കും അത് വരും. നിങ്ങൾ നോക്കിൻ, ഒരാൾ പ്രസംഗിക്കാൻ തുടങ്ങി, ഒരാൾ എഴുതാൻ തുടങ്ങി. എന്താണ് അയാൾ എഴുതുന്നത്? ഈ 5 നേരം നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ഈ 5 നേരം ആളുകൾക്ക് സമയമില്ല. കാലത്ത് ഒന്നിനും സമയമില്ലല്ലോ. പുതിയ കാലത്ത് ഒന്നിനും സമയമില്ലാത്ത പുതിയ കാലത്ത് ആളുകൾ 5 നേര നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ മതി, പടച്ചവനെല്ലാം അറിയാലോ എന്ന രീതിയിൽ ഒരാൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെവിടെ നിൽക്കും? അതെവിടെ നിൽക്കും? ഓരോ ഇബാദത്തുകളെ കുറിച്ചും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ, അങ്ങനെ സക്കാത്തൊന്നും ഇങ്ങനെ സമ്പത്തിന്റെ സക്കാത്ത് നിർണയിച്ചുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തകരായ ആളുകൾ വരുമ്പോ അവിടെ കണക്കൊന്നും വെക്കാതെ അങ്ങോട്ട് കൊടുത്താൽ മതി. അതൊക്കെ തന്നെയാണ് സക്കാത്ത് ആയിക്കോളും എന്ന രീതിയിൽ സക്കാത്തിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയാൽ, സമർപ്പണമുണ്ടെങ്കിൽ ഹജ്ജിന് വേണ്ടിയിട്ട് മക്കത്ത് പോകുന്നും വേണ്ട, ആ സമർപ്പണ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നാൽ മതി എന്ന രീതിയിൽ. അതല്ലെങ്കിൽ നോമ്പ് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല നോമ്പ്. തഖ്വ ഒരാൾക്കുണ്ടെങ്കിൽ മറ്റുള്ള ആരാധനകളിലൂടെ, അതല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ഒരാൾ സ്വയം തഖ്വ നേടുകയാണെങ്കിൽ നോമ്പെടുക്കണ്ട. റമദാനിൽ എന്തിനാണ് 30 ദിവസം 29 ദിവസം നിർബന്ധമായി നോമ്പെടുത്തുകൊണ്ട് ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ഇവര് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുള്ള ഈ ഉലഹിയത്ത് വാദം അംഗീകരിച്ചു കൊടുത്താൽ അതിന്റെ പിറകെ വരുന്ന മറ്റൊരുപാട് വാദഗതികൾ. തഖ്വ വർദ്ധിപ്പിക്കലാണെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ വർദ്ധിപ്പിക്കാമല്ലോ. അതല്ലെങ്കിൽ ഇനി അതല്ല, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ പട്ടിണി പാവങ്ങളുടെ പ്രയാസം അറിയലാണെങ്കിൽ അത് സ്വയം അറിഞ്ഞാൽ പോരെ, അതിനൊരു ദിവസമൊക്കെ ഒന്ന് പട്ടിണി കിടന്നാൽ പോരെ. അതല്ലെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ലക്ഷ്യം അതാണെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന തന്നെ ചെയ്യണമെന്നില്ല.
എന്നുള്ള വാദം വന്നാൽ അത് ഉലഹിയത്തിനെ ബന്ധാക്കുന്നതിൽ മാത്രം പരിമിതപ്പെടില്ല. അത് ഇസ്ലാമിന്റെ എല്ലാ ആരാധനകളെയും ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാന ക്രമങ്ങളെയും തകർത്തുകൊണ്ടേ പോവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം വാദഗതികൾ ഉയർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം കേവലമായ ഉലഹിയത്ത് ഇല്ലാതാക്കുക എന്നതല്ല, ക്രമേണ ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ വക്രീകരിച്ചുകൊണ്ട് ചിട്ടയും വ്യവസ്ഥയുമില്ലാത്തൊരു മതമാക്കി ഇസ്ലാമിനെ മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം യൂട്യൂബുകളെ സംബന്ധിച്ച്, ഇത്തരം വീഡിയോകളെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ തലമുറകൾക്ക് നമ്മൾ നൽകണം. ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ അനുഷ്ഠാന മുറകൾ തലമുറകളിലേക്ക് പഠിപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. ബലികർമ്മം ഇസ്ലാമിന്റെ കാരുണ്യ സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ വിവാദം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വാദഗതി. ഇസ്ലാം കാരുണ്യത്തിന്റെ ദർശനമാണ്. റഹ്മാൻ റഹീം അള്ളാന്റെ നാമങ്ങൾ. ഈ നാമങ്ങൾ കൊണ്ടാ ഖുർആനിലെ ഒരു അധ്യായം ഒഴികെയുള്ള എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യ സങ്കല്പത്തിനെതിരാണ് ബലികർമ്മം. ഉയർന്നു വരുന്ന മറ്റൊരു വാദഗതിയാണ് സഹോദരങ്ങളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ശരിയാണല്ലോ എന്ന് ചിന്തിക്കും. വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമിന്റെ ഉസൂലുകളെ സംബന്ധിച്ച്, അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് കാഴ്ചപ്പാടില്ലാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ചിലർ ധരിക്കും ശരിയാണ്, ഇസ്ലാമിനെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞു തന്നെയാണല്ലോ ശരി, ഇസ്ലാം കാരുണ്യത്തിന്റെ ദർശനമായതുകൊണ്ട് ഇതൊന്നും വേണ്ട. സഹോദരങ്ങളെ, എന്നാൽ കാരുണ്യത്തിന്റെ ദർശനം എന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ റഹ്മാൻ റഹീം എന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളിൽ തന്നെയാണ് ഈ ബലിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ പടച്ചവൻ തന്നെയാണ് ഈ ബലിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ റബ്ബ് തന്നെയാണ് ഈ ഉലഹിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അറുക്കുക എന്ന് പറഞ്ഞാൽ അത് കാരുണ്യത്തിന് തീർത്തും വിരുദ്ധമായ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ തെറ്റാണെന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ, ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് വിശകലനം ചെയ്താൽ. കാരണം മനുഷ്യൻ എപ്പോഴാണ് ഈ കാലികളെ വളർത്തുന്നത്? എന്തിനാണ് മനുഷ്യൻ ഈ കാലികളെ വളർത്തുന്നത്? അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, പാലിന് വേണ്ടിയാണ് മനുഷ്യൻ കാലികൾ വളർത്തുന്നത്. ഗോമാതാവ് എന്ന നിലയ്ക്ക് കുറച്ചാളുകൾ അതിനെ കാണുന്നു. അത് ഭൂരിപക്ഷ സമുദായത്തിലെ ന്യൂനപക്ഷമായ കുറച്ചാളുകൾ, പക്ഷെ വളരെ കുറച്ചേ അവരുള്ളൂ. അവരെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്തല്ലോ, ഇന്ത്യ രാജ്യത്ത് മാത്രം അല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഏതാനും ചില ആളുകൾ മാത്രം അങ്ങനെ കാണുന്നവരുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസം, അതിൽ നമ്മൾ ഇടപെടുന്നില്ല. ഏതായാലും ബാക്കിയുള്ള ആളുകൾ മുഴുവനും കാലികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഭൗതികമായിട്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്, ഭക്ഷണമാണ്. അതുപോലെ പാലിന് വേണ്ടിയാണ്, മാംസത്തിന് വേണ്ടിയെല്ലാമാണ് കാലികളെ പോറ്റുന്നത്. അതുകൊണ്ട് കാലികളെ അറുക്കാൻ അനുവദിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ നഷ്ടപ്പെടുന്ന കാലികളുടെ സംരക്ഷണമാണ്. കാലികളെ സംരക്ഷണം നൽകാനും ആളുകൾ മുന്നോട്ട് വരില്ല. ഗോവധം നിരോധിച്ച പല പ്രദേശങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. മനുഷ്യ വിസർജ്യം വരെ കാലികൾക്ക് ഭക്ഷിക്കേണ്ടി വരുന്ന വല്ലാത്ത ഒരവസ്ഥ. അവരെ പോറ്റാൻ, പരിപാലിക്കാൻ ആളുകളില്ല, വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് കാലികൾക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നത്, കാലികളെ കൊണ്ട് ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമ്പോഴാണ്. ആ കാലികളെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഒരു വഴിയാണ് അവയുടെ മാംസം പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താ? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. പ്രപഞ്ചനാഥൻ പടച്ചതമ്പുരാൻ ഈ കാലികളെയും മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും പക്ഷി പറവകളെയും എല്ലാറ്റിനെയും പടച്ചവൻ പറയാണ് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. മനുഷ്യരോട് പറയാ, മനുഷ്യരെ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. ജീവികൾക്ക് ഭക്ഷിക്കാൻ തന്നെ മറ്റു ജീവികൾ അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിയമമാണത്. സിംഹം എന്തിനെയാണ് ഭക്ഷിക്കുന്നത്? മാംസബുക്കല്ലേ, മാംസമല്ലേ ഭക്ഷിക്കുന്നത്. മാനിനെ ഭക്ഷിക്കുന്ന നമ്മൾ കാണുന്നു, കാട്ടുപോത്തിനെ ഭക്ഷിക്കുന്ന നമ്മൾ കാണുന്നു. കാട്ടിലെ ജീവികളെ സിംഹം ഭക്ഷിക്കുന്നു. സിംഹത്തിനത് ഭക്ഷിക്കാതെ കഴിഞ്ഞുകൂടാൻ കഴിയോ? ആ ജീവി അങ്ങനെയല്ലേ സംവിധാനിച്ച. ഒരു സിംഹം മാത്രമല്ല, എത്രയോ ജീവികൾ. അത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് അറുക്കാൻ പാടില്ല എന്നുള്ളത് അത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ്.
അത് സൂക്ഷ്മമായിട്ട് ഈ പ്രപഞ്ചത്തെ ഒന്ന് ലളിതമായി, സൂക്ഷ്മമായിട്ടൊന്നും വേണ്ട, ഒന്ന് ലളിതമായി വിലയിരുത്തുമ്പോൾ തന്നെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അറുക്കരുതെന്ന നിർദ്ദേശം ഇസ്ലാമിലില്ല, അങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയില്ല. പക്ഷേ അറിവിലാണെങ്കിലും ഈ പറഞ്ഞ കാരുണ്യം വേണം. ഇസ്ലാമിന്റെ നിലപാട് അതാണ്. അറിവിലാണെങ്കിലും കാരുണ്യം. ഇതൊക്കെ പറയുമ്പോൾ ട്രോളാൻ ആളുകൾ ഉണ്ടാവും, പക്ഷേ അത് പറഞ്ഞുകൊണ്ട് വസ്തുത പറയാതിരിക്കില്ല. അറിവിലാണെങ്കിലും കാരുണ്യം വേണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ജീവികളുടെ ജീവിതം അങ്ങനെ അവസാനിക്കുമ്പോൾ അവിടെയും കാരുണ്യം വേണം എന്നുള്ള ഒരു നിലപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ഒരുപാട് നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ വിധിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നന്മയാണ് അല്ലാഹു വിധിച്ചിട്ടുള്ളത്. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല. നിങ്ങൾ വധിക്കുകയാണെങ്കിൽ നല്ല നിലയിൽ വധിക്കണം എന്ന് പറഞ്ഞാൽ ഫൈദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നല്ല നിലയിൽ അറുക്കണം. വൽയുഹിദ്ദ അഹദുകും ശഫ്റതഹു. നിങ്ങളിൽ എല്ലാവരും, അറുക്കുന്ന എല്ലാവരും അവരുടെ കത്തി നന്നായിട്ട് മൂർച്ച കൂട്ടണം. വൽയുരിഹ് ദബീഹതഹു. ഒരുവിന് നന്നായിട്ട് ആശ്വാസം നൽകണം. വെള്ളമൊക്കെ കൊടുത്ത് നന്നായിട്ട് ഒരുവിന് ആശ്വാസം നൽകണം. കത്തി നന്നായിട്ട് മൂർച്ച കൂട്ടണം. പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ, പെട്ടെന്നതിൻ്റെ ജീവൻ അവസാനിക്കുന്ന രീതിയിൽ അറുക്കണം. അറുക്കുമ്പോൾ കത്തി മൂർച്ച കൂട്ടാനും അറവ് മറ്റ് മൃഗങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനും റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് ആ വിവരമുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മറ വെക്കും. അറുക്കുമ്പോൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. അതുപോലെ ജീവൻ പോകുന്നതിന്റെ മുമ്പ് ഉരുവിന്റെ കഴുത്ത് ഛേദിക്കുകയോ തോൽ ഉരിയുകയോ ചെയ്യരുത്, റസൂലുള്ള പറഞ്ഞതാണ്. ജീവൻ പോകുന്നതിന്റെ മുമ്പ് ഉരുവിന്റെ കഴുത്ത് ഛേദിക്കാൻ പാടില്ല, തോൽ ഉരിയാനും പാടില്ല. ലാ തഅജലുൽ അൻഫുസ ഖബ്ല അൻ തസ്ഹക്. ആ ജീവിയുടെ, മൃഗത്തിന്റെ ജീവൻ പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ അതിന്റെ മേൽ ചാടി വീഴരുത്. ഇതൊക്കെ നിർദ്ദേശങ്ങളാണ്. അതുപോലെ മൃഗത്തെ പിടക്കാൻ അനുവദിക്കണം. എന്തെങ്കിലുമൊക്കെ കയറ് കെട്ടി വളരെ പെട്ടെന്ന് തന്നെ അറുക്കുന്ന മനുഷ്യൻ, അതല്ലെങ്കിൽ ആ കാലിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ആ കയറ് വലിച്ചുകൊണ്ട് മൃഗത്തിന് കാലിട്ടടിക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് അവർ അതിൽ നിന്ന് തെന്നിമാറണം, ഓടിപ്പോവണം. ആ രീതിയിലൊക്കെയാണ് അറുക്കേണ്ടത്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കശാപ്പുകാര് പല നിലക്കും ക്രൂരമായി കൈകാര്യം ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനെയെല്ലാം ഇസ്ലാമിന്റെ ചെലവിൽ കെട്ടിവെക്കാൻ പാടില്ല. അത് കാരുണ്യത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ ചെയ്യണം. കാടമായ പ്രാകൃതമായ പ്രകൃതത്തിൽ നിങ്ങളത് നിർവഹിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉലഹിയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എങ്ങനെയാണ് അറക്കേണ്ടത് എന്ന് മാന്യമായ കാരുണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതികൾ തന്നെ വളരെ കൃത്യമായും വ്യക്തമായും പ്രവാചക വചനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അത് നിർവഹിക്കുക തന്നെ വേണം. ഇതൊക്കെ പറയുമ്പോൾ ഖുർആനിലെ ചില ആയത്തുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ സ്ഥാനത്തിന് നല്ലാതെ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള വചനങ്ങളൊന്നും പറയില്ല, ഒരു വചനം മാത്രം എടുക്കും. അങ്ങനെ ദുർവ്യാഖ്യാനിക്കും. അങ്ങനെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വചനമാണ് ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹുവിന് ലഭിക്കുകയില്ല, നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിന് ലഭിക്കുക. ശരിയാണ്, തഖ്വയുണ്ടെങ്കിൽ, ചൈതന്യമുണ്ടെങ്കിൽ നിങ്ങൾ ബലിയിറക്കണ്ട. കാരണം അതിന്റെ മാംസമോ രക്തമോ അല്ലാഹുവിന് ലഭിക്കുകയില്ല. അങ്ങനെയാ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അത് നിർവഹിക്കുമ്പോൾ തഖ്വയോടുകൂടി നിർവഹിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയാണത് പറഞ്ഞത് എന്ന് ഈ ആയത്തിന്റെ, ഈ വചനത്തിന്റെ തൊട്ടു മുമ്പുള്ള വചനം സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെ വചനം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് നമ്മൾ ഇതിനിടെ കോതി. 36-ാമത്തെ വചനം 37-ാമത്തെ വചനമായിട്ടാണ് ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന വചനം വരുന്നത്. എന്താ 36-ാമത്തെ വചനം? വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്. ഒട്ടകങ്ങളെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബലിമൃഗങ്ങൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്.
ബലിയുടെ അനിവാര്യതയെ സംബന്ധിച്ച്, അതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് പറയുന്ന വചനമാണ് തൊട്ട് മുമ്പത്തെ വചനം. ഒട്ടകങ്ങളെ എങ്ങനെ ബലിയറക്കണം, എങ്ങനെ അറക്കണം എന്ന് പറയുന്ന വചനം. നിർത്തിയാണ് അറക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഖുർആൻ പറഞ്ഞത് ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹുക്ക് ലഭിക്കൂല, നിങ്ങളുടെ തഖ്വയാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടിയാണ് നിങ്ങൾ ബലികർമ്മം നിർവഹിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇതാണ് പുതിയ കാലം എന്ന് പറയും, സോഷ്യൽ മീഡിയയുടെ കാലം വിശേഷിച്ചും. ഓരോരുത്തർ ഓരോന്ന് പറയും. ചില ആളുകൾ അതാണ് ശരിയെന്ന് വിശ്വസിക്കും, അവർ മറ്റേത് കേട്ടിട്ടുണ്ടാവില്ല. ഇനി കേട്ടാൽ തന്നെയും ഈ ചെരുപ്പിനൊത്ത് കാൽ മുറിക്കാന്ന് പറഞ്ഞൊരു പ്രവണതയുണ്ട്. കേട്ടാൽ തന്നെയും ഇതാണ് കുറച്ച് സൗകര്യമുള്ള കാര്യങ്ങള്, അതുകൊണ്ട് ഇതനുസരിച്ച് മുന്നോട്ട് പോവാം എന്ന് ചിന്തിക്കും. നമ്മളല്ല ഈ ദീൻ തീരുമാനിക്കേണ്ടത്. ഈ ദീൻ എങ്ങനെയാവണം എന്ന് അള്ളാഹും റസൂലും തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കാനാ നമുക്ക് അങ്ങനെ സാധിക്കൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ദീനിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് വക്രീകരിച്ചത്, ദുർവ്യാഖ്യാനിച്ചത്, വളച്ചൊടിച്ച് അതൊന്നുമല്ല അതിന്റെ താല്പര്യം, വേറെയാണ് അതിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവരുടെ ഇസ്ലാമിക വിശ്വാസത്തെയും അനുഷ്ഠാന മുറകളെയുമെല്ലാം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വ്യവസ്ഥയും ചിട്ടയുമില്ലാത്ത മതമാക്കി, ദീനാക്കി ഇസ്ലാമിനെ മാറ്റാൻ ചില ശ്രമിക്കുമ്പോൾ അവരുടെ കെണിയിൽ തലമുറകൾ അകപ്പെടാതിരിക്കുവാനുള്ള ജാഗ്രത എല്ലാവർക്കും വേണം സഹോദരങ്ങളെ. മൃഗബലി എന്ന് പറഞ്ഞാൽ അതേതോ ഗോത്ര നിയമത്തിന്റെ ഭാഗമാണ്. ഇയാൾ പറയുന്നത് എന്താ? ഈ വിമർശകൻ പറയുന്നത്, ഉദഹിയത്തിന്റെ വിമർശകൻ പറയുന്നത്, ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രാകൃതമായിട്ടുള്ള ഏതോ മുല്ലമാര് നിർമ്മിച്ച നിയമമാണ്. അത് ഖുർആനിൽ നിന്ന് ഉത്ഭൂതമായ സംഗതിയൊന്നുമല്ല. മഅദല്ലാഹ്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ വ്യവസ്ഥയാണ്, ജീവിത മാർഗമാണ്. പക്ഷെ പ്രവാചകന്മാർക്ക് ലഭിച്ച ശരീഅത്തുകൾ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്. എന്നാൽ പോലും ബലി പോലുള്ള കാര്യങ്ങൾ എല്ലാ ശരീഅത്തുകളിലും ഉണ്ടായിരുന്നു. മുല്ലാ ശരീഅത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം നിശ്ചിതമായ ചില രേഖകളെ ആയിരിക്കും. പക്ഷേ ഖുർആൻ എന്താ പറഞ്ഞത്? ബലി എല്ലാ ശരീഅത്തുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്നും മുല്ലാ ശരീഅത്തല്ല, എല്ലാം അള്ളാന്റെ ദീനിന്റെ ഭാഗം തന്നെയാണ് സഹോദരങ്ങളെ. അതിന്റെ വിശദാംശങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്നത് കൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഖുർആൻ ബലിയെ സംബന്ധിച്ച് പറഞ്ഞത് വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് മാത്രം നൽകിയതല്ല, എല്ലാ സമൂഹത്തിനും നാം ബലി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹത്തിനും മൃഗബലി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ബലി എന്ന് പറഞ്ഞാൽ വേറെന്തോ ബലിയെന്ന് വെക്കണ്ട. അതിനു വേണ്ടിയാണ് പറഞ്ഞത് ലിയദ്കുറു ഇസ്മല്ലാഹി, അള്ളാന്റെ നാമം സ്മരിക്കാൻ വേണ്ടി, അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നൽകപ്പെട്ട കാലികളിൽ അള്ളാന്റെ നാമം സ്മരിക്കാൻ വേണ്ടി. കാലികൾ എന്ന് പ്രത്യേകമായിട്ട് പറയാം. ഇങ്ങനെ വ്യക്തമായി കൃത്യമായി പറഞ്ഞ വചനങ്ങൾ ഖുർആനിലുള്ളപ്പോൾ അതിനെ വളച്ചൊടിക്കുകയാണ്, വക്രീകരിക്കുകയാണ്. എന്താണ് ഉലഹിയയുടെ ലക്ഷ്യമെന്നും പറഞ്ഞു. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, ഏകനായ അല്ലാഹുവാണ് നിങ്ങളുടെ ഇലാഹ്. ഫലഹു അസ്ലിമു, അവനെ നിങ്ങൾ സമർപ്പിക്കണേ. വബശ്ശിരിൽ മുഖ്ബിതീൻ, അല്ലാഹുവിനെ വിനീത വിധേയരാവുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ട് ഓഫ്ലൈനിലും ഓൺലൈനിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പല ദുർബോധനങ്ങളുമായി പലരും വരും. അവരെ ദീനെ പൊളിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ, അവരുടെ മറ്റുള്ള വീഡിയോകൾ തള്ളിക്കളയാൻ, അതിലേക്ക് പോവാതിരിക്കാനുള്ള ജാഗ്രത വിശ്വാസികൾക്കുണ്ടാവണം. ഖുർആനും ഹദീസും ഇസ്ലാമിലെ ഐക്യകണ്ഠേനയുള്ള കർമ്മശാസ്ത്രവും അനുസരിച്ച് ബലികർമ്മം ഒരു ആരാധനയാണ്, ചെയ്യാൻ കൽപ്പനയുള്ള ഒരു പുണ്യകർമ്മമാണ്. അത് നടപ്പിലാക്കാൻ ചില ചിട്ടവട്ടങ്ങളും വ്യവസ്ഥകളും എല്ലാം അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിച്ചിട്ടുള്ളത് ഖുർആനിലുണ്ട്, സ്വഹീഹായ ഹദീസുകളിലുമുണ്ട്. ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലൽ അശ്റു വഇൻദഹു ഉദ്ഹിയ, അശ്റ പ്രവേശിച്ചാൽ, ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ, മാസം കണ്ടു എന്ന വിവരം ലഭിച്ചാൽ, വഇൻദഹു ഉദ്ഹിയ, അയാൾക്ക് ഉദ്ഹിയത്തിന്റെ നിയ്യത്തുണ്ട്, യുരീദു അയ്യുദ്ഹി, അയാളുടെ അടുക്കൽ ബലി മൃഗമുണ്ട്, ബലികർമ്മം ഉദ്ദേശിക്കുന്നുണ്ട് അയാൾ, എങ്കിൽ ഫലാ യഖുദന്ന ശഅറ,
ഉളഹിയ്യത്തിന് നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രോമം എവിടത്തെ രോമവും എടുക്കാൻ പാടില്ല. വലാ യഖ്ലിമന്ന ളുഫ്റ, നഖം വെട്ടാനും പാടില്ല. നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രോമമൊക്കെ കൊഴിഞ്ഞു പോകും, അത് ഇതിൽ പെടുത്തേണ്ടതില്ല. പക്ഷേ നമ്മൾ ബോധപൂർവം അങ്ങനെ ഉളഹിയ്യത്തിന്റെ നിയ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ നഖം മുറിക്കാനോ രോമം നീക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ പുണ്യകർമ്മങ്ങൾ ധാരാളമായി നിർവഹിക്കുവാൻ, വസ്വാസുകളിൽ നിന്ന് ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ഖുതുബയിലൂടെ ഉളുഹിയ്യയുടെ പ്രാധാന്യമെല്ലാം നാം നല്ലതുപോലെ വിശദീകരിച്ചു. അതുകൊണ്ട് ഇനിയും ഷെയർ കൂടാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ ഷെയറുകൾ നമ്മുടെ മസ്ജിദിലെ സംരംഭത്തെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ഇവിടെ ഉളുഹിയ്യത്തിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും താമസിപ്പിക്കാതെ അവരുടെ ഷെയർ നമ്മുടെ സംവിധാനത്തെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും സംവിധാനങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ അറിയാവുന്ന പോലെ റഫയും ഗസയുമെല്ലാം വീണ്ടും വലിയ ദുരിതങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിരപരാധികളായ ആളുകൾ വീണ്ടും കഷ്ടപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായി. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഷഹാദത്ത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഗസയിലെ, റഫയിലെ, ഫലസ്തീനിലെ നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ഇനിയും അവരെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് നീ തള്ളിവിടല്ല റബ്ബേ. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിന് നീ സമ്പൂർണ്ണമായ മോചനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവിടെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്ന് സഹായം നൽകണമേ റബ്ബേ. അന്നമില്ലാത്തവർക്ക് അന്നം, അപ്പമില്ലാത്തവർക്ക് അപ്പം, അഭയമില്ലാത്തവർക്ക് അഭയം. അല്ലാഹുവേ, ചികിത്സയില്ലാത്ത കഷ്ടപ്പെടുന്നവർക്ക് ചികിത്സ. അല്ലാഹുവേ, വൈദ്യുതിയും വെളിച്ചവും ആഹാരവും നൽകി പടച്ച തമ്പുരാനെ ആ ജനതയെ പ്രത്യേകമായി നീ സഹായിക്കണമേ തമ്പുരാനെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുപോലെ ഉണർത്താനുള്ളത് വലിയ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് 4-ാം തീയതി വരാൻ പോവുകയാണ്. എന്തും സംഭവിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് മതേതര ശക്തികൾ വിജയിക്കുക എന്നുള്ളതാണ്. മതനിരപേക്ഷ ശക്തികളുടെ വിജയമാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ പടച്ചവന്റെ തീരുമാനം എന്തെന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനം അതനുസരിച്ചേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, റബ്ബേ പടച്ചവരെ, മതേതര ശക്തികൾക്ക് നീ സമ്പൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സഹോദരങ്ങളെ, എന്ത് സംഭവിക്കുകയാണെങ്കിലും ക്ഷമയോടുകൂടി അതിനതിജീവിക്കുവാനുള്ള കരുത്ത്, അതിനതിജീവിക്കുവാനുള്ള മാനസികമായ ശേഷി കൂടി ആർജിക്കുവാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവണം. അല്ലാഹു തആല നമുക്ക് ക്ഷമയും തഖ്വയും ഈമാനും സ്വബറും ഇസ്തിഖാമത്തും എല്ലാ ഘട്ടങ്ങളിലും സിബാത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ
ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ ഗണത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ ഗണത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും കുടുംബത്തോടൊപ്പം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഉയർന്ന വിദ്യാഭ്യാസവും അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളുണ്ട്. അല്ലാഹു തആല രോഗികളുടെ എല്ലാം രോഗം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും നമ്മോട് ബന്ധപ്പെട്ട ചെയ്യാത്തവരുടെയും എല്ലാം രോഗം അല്ലാഹു തആല പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾ എഴുതുന്ന പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം, അവർക്ക് ഉന്നതമായ തൊഴിൽ, സർവോപരി തഖ്വയും ഈമാനും അല്ലാഹു തആല അവർക്കും നമുക്കും ഏറ്റി വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാ പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. അല്ലാഹുവേ, നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായി ഞങ്ങളുടെ മനസ്സിൽ മറച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സകാത്ത് സദഖകളെയും ഉലഹിയത്താരി കാര്യങ്ങളെയും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار، انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر، الله أكبر، الله أكبر، الله أكبر. أشهد أن لا إله إلا الله.